വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകിയാലുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. നഷ്ടപരിഹാരം 100 രൂപയാക്കണമെന്നാണ് KSEBക്ക് നൽകിയ നിർദ്ദേശം. പൊതുജനങ്ങൾക്ക് പരാതി ഓൺലൈനായി നൽകാമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി മുടങ്ങിയാൽ അതിവേഗം നന്നാക്കണമെന്നും KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിഷ അയിലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് ഈവനിംഗ് സുനിഷ. 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കാനുള്ള തരത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ആയിട്ട് ഇതിനെ കാണാമല്ലേ? ഉറപ്പായിട്ടും ശ്രുതി, അങ്ങനെ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ 6 മണിക്കൂറിനകം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. നഗരത്തിലും ഗ്രാമത്തിലും എല്ലാം വ്യത്യസ്തമായാണ് സമയം. പക്ഷേ ഇപ്പോൾ അത് 4 മണിക്കൂറായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 4 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ നഷ്ടപരിഹാര തുക അത് നേരത്തെ 25 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആരും അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, ആരും അധികം അങ്ങനെ അപേക്ഷിക്കാനും സാധ്യതയില്ല. ഒരുപക്ഷെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഇനി നഷ്ടപരിഹാരം KSEB നൽകേണ്ടത് അത് 100 രൂപയായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ തുകയായതുകൊണ്ട് തന്നെ അപേക്ഷയൊക്കെ നൽകി ഈ നൂലാമാലകളിൽ ചെന്ന് പെടേണ്ട എന്ന് കരുതുന്ന ഉപഭോക്താക്കളുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാത്ത കുറേ ആളുകളുണ്ട്. പക്ഷേ ഈ 100 രൂപ നഷ്ടപരിഹാരം നൽകേണ്ട ഒരു സാഹചര്യം KSEBക്ക് വന്നാൽ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം എനിക്ക് വാങ്ങാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ എനിക്കത് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഓൺലൈനായി ഈ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടാം. അത് ഓൺലൈനായി തന്നെ ഓട്ടോമാറ്റിക്കായി എൻ്റെ വൈദ്യുതി ബിൽ എത്രയാണോ അതിൽ നിന്നും ഈ 100 രൂപ കുറച്ചുകൊണ്ട് അപ്പോൾ ഈ വൈദ്യുതി ബിൽ വരുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു മാറ്റം വേണമെന്നുള്ളതാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി വകുപ്പിനെ KSEB അറിയിച്ചിരിക്കുന്നത്. KSEB അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ ഇതെങ്ങനെ നമുക്ക് നടപ്പാക്കാം എന്നുള്ള തരത്തിൽ നിർദ്ദേശങ്ങൾ ഏതായാലും റെഗുലേറ്ററി കമ്മീഷൻ 23-നകം അഭിപ്രായങ്ങളായി അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതായാലും ഇനി വേഗത്തിലാകും നടപടികൾ എന്ന് തന്നെയാണ്. പലയിടങ്ങളിലും ഈ കറണ്ട് പോയാൽ കറണ്ട് നന്നാക്കാൻ, വൈദ്യുതി നന്നാക്കാൻ, പുനഃസ്ഥാപിക്കാൻ ഏറെ സമയം പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ KSEB ജീവനക്കാരും തമ്മിലുള്ള ഈ സംഘർഷങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഏതായാലും അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അതിവേഗം ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒപ്പം ഈ പറയുന്നത് പോലെ നഷ്ടപരിഹാര തുക ഉയർത്തുന്നു. നഷ്ടപരിഹാര തുക ഈ KSEB ബില്ലിൽ തന്നെ മാറ്റാനും പറ്റുന്നു എന്നുള്ള മാറ്റങ്ങളാണ് ഏതായാലും KSEBയിലും ഈ റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം KSEB ഇനി മാറ്റം വരുത്താൻ പോകുന്നത്. ശ്രുതി, ഓക്കെ, എന്തായാലും ഇതിലൊരു അതിവേഗം കാണാം എന്നുള്ളതാണ്. വൈദ്യുതി മുടങ്ങിയാൽ അതിൽ നഷ്ടപരിഹാരം 100 രൂപയാക്കണമെന്നുള്ളതാണ് KSEBക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വിശദാംശങ്ങളാണ് സുനിഷ അയിലൂർ നൽകിയത്.